വയനാട്ടിൽ വീണ്ടും കാട്ടാന കുറുവ ദ്വീപ് ജീവനക്കാരനെ കാട്ടാന ആക്രമിച്ചു. പരിക്കേറ്റ പാക്കം സ്വദേശി പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട്. രതീഷ്, രണ്ട് വിഷയങ്ങളാണ്. ഇപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? രണ്ടാമത്തെ വിഷയം, വീണ്ടും കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ ഈ കാര്യത്തിൽ അധികൃതർ വ്യക്തമാക്കുന്നത്? രാവിലെ 9:30 കൂടിയാണ് ഈ കുറുവ ദ്വീപിലെ ജീവനക്കാരനായ പോളിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഈ കുറുവ ദ്വീപിൽ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഇതിനെ പരിക്കേറ്റ പോളിനെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിക്കുകൾ അതീവ ഗുരുതരമല്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വയനാട്ടിലെ വിവിധ മേഖലകളിൽ കാട്ടാനയുടെ ആക്രമണങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം ഈ മേലൂർ മക്കനയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ഇന്ന് പനവല്ലി മേഖലയിലാണ് രാവിലെ ആനയുടെ സിഗ്നൽ ലഭിച്ചത്. ഇത് പ്രകാരം ഈ ദൗത്യ സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ച് ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇടതൂർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളാണ് ഈ ദൗത്യ സംഘത്തിന് പ്രധാനമായി വെല്ലുവിളിയാകുന്നത്. അതോടൊപ്പം തന്നെ ഒരു മോഴയാനയും കൂടെയുണ്ട്. ഈ മോഴയാനയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ ബേലൂർ മക്നയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വനവകുപ്പിന്റെ ഇന്നത്തെ ദൗത്യമെന്ന് നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ദൗത്യ സംഘത്തോടൊപ്പം തന്നെ കർണാടകയുടെ ടാസ്ക് ഫോഴ്സ് സംഘവുമുണ്ട്. 25-അംഗ സംഘം തന്നെയാണ് ഈ ബേലൂർ മക്നയുടെ ദൗത്യത്തിനായി കേരള വകുപ്പിനെ സഹായിക്കാനായി എത്തിയിരിക്കുന്നത്. സംയുക്തമായുള്ള ഒരു പരിശോധന വനമേഖലയിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്രയും ദൗത്യ സംഘത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ്. പരിചയസമ്പന്നനായ അരുൺ സക്രയുടെ സേവനം ദൗത്യ സംഘത്തിന് ഏറെ പ്രയോജനകരമാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും അനുയോജ്യമായ സ്ഥലത്തേക്ക് ആനയെ എത്തിച്ച് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മയക്കുവെടി വെക്കും എന്ന് തന്നെയാണ് വനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ദൗത്യം പുരോഗമിക്കുകയാണ്. രാജേഷ്.